മക്കളെ വരുന്ന ബോർഡ് എക്സാമിനേഷന് +1 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. B = U + AT. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷനിലെ സെക്കൻഡ് ഇക്വേഷൻ ആയ S = UT + ½ AT² അല്ലെങ്കിൽ X = B0T + ½ AT² എന്ന റിലേഷൻ ആണ് നമ്മൾ ഈ ഗ്രാഫിലൂടെ ഡെറൈവ് ചെയ്യാൻ പോവുക. ശ്രദ്ധിക്കുക, ഇവിടെ പൊസിഷനെയും ടൈമിനെയും കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ടൈം റിലേഷൻ. നമുക്ക് ഈ മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഗ്രാഫ് തന്നെ മതിയാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ ഗ്രാഫ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് ഏരിയ ആണ് വേണ്ടുന്നത്. കാരണം എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്കറിയാം എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. യു ഇനിഷ്യൽ വെലോസിറ്റി, A stands for acceleration. ഓക്കെ, നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏരിയക്ക് ഈക്വൽ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ. ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ ഞാൻ എസ് ആണ് ഇടാൻ പോകുന്നത്. ഞാനിവിടെ എസ് ബ്രീഫായിട്ട് ഇട്ടെന്നേ ഉള്ളൂ, ചുരുക്കി ഇട്ടെന്നേ ഉള്ളൂ. എസ് ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ എസ് ആണ്. എസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഷേപ്പ് ഇതൊരു ഏരിയ ആണ്, ഇത് വേറൊരു ഏരിയ ആണ്. ഈ കാണുമ്പോഴേ അറിയാം ഈ ഏരിയ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാംഗിൾ ആണ്, ഇതൊരു ട്രയാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻടു വിഡ്ത്ത് ആണ്. അതുപോലെ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ½ ആണ്. അപ്പൊ ഈ രണ്ട് ഏരിയയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. ആ ടോട്ടൽ ഏരിയ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ആദ്യം റെക്ടാംഗിളിന്റെ ഏരിയ വേണം, പിന്നീട് ട്രയാംഗിളിന്റെ ഏരിയ വേണം. റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻടു വിഡ്ത്ത്. ഇവിടെ ലെങ്ത് ഏതാ? 0 മുതൽ U വരെ. അപ്പൊ U - 0 U ഇൻടു ലെങ്ത് ഇൻടു വിഡ്ത്ത് 0 മുതൽ T വരെ. അപ്പൊ T - 0 അതെന്താണ്? T. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടി. പ്ലസ് ഞാനിവിടെ S ഇട്ടേക്കാം. S = UT പ്ലസ്. ഇനി ട്രയാംഗിളിന്റെ ഏരിയ ½ ആണ്, ഹാഫ് എഴുതുക. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത്. നോക്കിയോ, 0 മുതൽ T വരെ. അപ്പൊ ഇവിടെ T എഴുതുക. T ഇൻറ്റു ½ അല്ലേ? H എന്ന് പറയുമ്പോൾ ഹൈറ്റ്, ഇനിഷ്യൽ വെലോസിറ്റി U, ഫൈനൽ വെലോസിറ്റി V. അപ്പൊ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഡിഫറൻസ് എടുക്കണം. B - U, അത് അതിന്റെ ബ്രാക്കറ്റ് ഇങ്ങനെ എഴുതുക. അപ്പൊ S = UT + ½ T × B - U എന്ന് വരും. നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻസ് ഓഫ് മോഷൻ B = U + AT പഠിച്ച ലാസ്റ്റ് ഇക്വേഷൻ ആണ്. B = U + AT നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഇവിടുന്ന് U എടുത്ത് ലെഫ്റ്റിലിട്ടെ. ഈ U എടുത്ത് ലെഫ്റ്റിൽ വരുമ്പോ B - U എന്ന് വരും. അപ്പൊ B - U എന്ത് വരും? AT എന്ന് വരും. ഇവിടെ കണ്ടോ, ഈ ഇക്വേഷനകത്ത് B - U എന്ന് കിടപ്പുണ്ട്. അതിന് പകരം നമ്മൾ എന്തിടുക? AT എന്നിടുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? S = UT + ½ T ഇൻറ്റു ഈ B - U ന് പകരം AT. അതായത് S = UT + ½ T × T² അപ്പൊ AT² എന്ന് വരും. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതിനെ S ന് പകരം X ഇടാം, U ന് പകരം B0 ഇടാം. അപ്പോൾ X = B0T + ½ AT² എന്ന് പറഞ്ഞാലും ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, സെക്കൻഡ് ഇക്വേഷൻ, പൊസിഷൻ ടൈം റിലേഷൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.